മാവൂർ റോഡിൽ നൂറുകണക്കിന് ആളുകൾ കടന്നുപോകുന്ന വഴിയിലെ ഡ്രെയിനേജിന്റെ ഗ്രില്ല് തുരുമ്പെടുത്ത് അപകട ഭീഷണി ഉയർത്തിയതിനെക്കുറിച്ച് ഒരു കാൽനടക്കാരൻ ചെയ്ത വീഡിയോ ആണ് വിഷയത്തിന്റെ ഗൗരവം പുറത്തെത്തിച്ചത്. തുടർന്ന് കൗൺസിലർ കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനിടെ സമീപത്തെ കച്ചവടക്കാർ പൊട്ടിയ ഗ്രില്ലിനു മീതെ സ്ലാബ് സ്ഥാപിച്ചു. ഇതുവഴി സഞ്ചരിച്ച പാണമ്പ്ര സ്വദേശി ദീപയാണ് അഹമ്മദ് ദേവർകോവിൽ എം.എൽ.എയെ വിളിച്ച് സംഭവം അറിയിച്ചത്. ഒരു ദിവസത്തിനിപ്പുറം എം.എൽ.എ ഇടപെട്ട് പുതിയ ഗ്രില്ല് സ്ഥാപിക്കുകയായിരുന്നു. അഹമ്മദ് ദേവർകോവിൽ സാറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, സാർ ജസ്റ്റ് ഒന്ന് അത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വീഡിയോ സാറിന് അയച്ചു കൊടുത്തു. അപ്പം സാറ് പറഞ്ഞു ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് നോക്കി. സാറ് പറഞ്ഞു നീ പറഞ്ഞ സംഭവം ശരിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു 2 ദിവസം കൊണ്ട് തന്നെ ഞാനതിന് വേണ്ട നടപടി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പിന്നെ ഇന്ന് എനിക്ക് വീഡിയോ അയച്ചു തന്നു, അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. ഞാനിങ്ങനെ അത് ശരിയാക്കിയിട്ടുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അത് ശ്രദ്ധയിൽപ്പെടുത്തണം, കാരണം എനിക്കറിയാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ആരടുത്തെങ്കിലും പറഞ്ഞിട്ട് ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് പറഞ്ഞു. തുറന്നിട്ട ഡ്രൈനേജുകൾ ജില്ലയിൽ ചിലരുടെ ജീവനെടുത്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷനും പൊതുമരാമത്തും പരസ്പരം പഴിചാരി നടപടി വൈകിപ്പിക്കുന്നതും പതിവാണ്. ഇതിനിടെയാണ് ഗ്രാഫിക് ഡിസൈനറായ ദീപയുടെ സമയോചിതമായ ഇടപെടൽ നിരവധി പേർക്ക് ആശ്വാസമായിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.